Today we will discuss factors affecting passive water absorption. Passive water absorptionനെ affect ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളെ കുറിച്ചിട്ടാണ്. മെയിൻ ആയിട്ടും 3 ഫാക്ടേഴ്സ് ആണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ affect ചെയ്യുന്നത്. പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ട്രാൻസ്പിരേഷൻ റേറ്റ് കൂടുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന് അനുസരിച്ചിട്ട്, അതായത് കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് റൂട്ട് ഹെയർ ഒരു പാസീവ് സർഫസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് സോയിൽ സൊല്യൂഷന് വാട്ടർ റൂട്ട് ഹെയർ സെല്ലിലേക്ക് എൻഡോസ്മോസിസ് വഴി മൂവ് ചെയ്യുന്നതിനെയാണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പാസീവ് വാട്ടർ അബ്സോർപ്ഷനിൽ പ്രത്യേകിച്ച് ഒരു എനർജീൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇങ്ങനെ നടക്കുന്ന ഈ പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണ് DPD, ടോണിസിറ്റി ആൻഡ് വാട്ടർ പൊട്ടൻഷ്യൽ. ഇതിൽ DPD അല്ലെങ്കിൽ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റും ടോണിസിറ്റിയും എന്താന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പൊട്ടൻഷ്യൽ ആണ് പുതിയൊരു ടേം. പക്ഷെ നമ്മൾ എന്നാലും DPDയും ടോണിസിറ്റിയും ചെറുതായിട്ട് ഇതിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ DPD, ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ്. ഈ ഒരു ടേം നമ്മൾ ഡിഫ്യൂഷൻ പഠിച്ച സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്തത്? ഡിഫ്യൂഷൻ പ്രഷറിലുള്ള ഡെഫിസിറ്റിനെയാണ് ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് എന്ന് പറയാം. ഡിഫ്യൂഷൻ പ്രഷർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റ് കുറവായിരിക്കും എന്നാ പറഞ്ഞ്. ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് ഡിഫ്യൂഷൻ പ്രഷറിനും ഡിഫ്യൂഷൻ പ്രഷർ ഡെഫിസിറ്റിനും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്യുവർ വാട്ടറിനാണ് മാക്സിമം DP ഉള്ളത്. H2O മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ H2O മോളിക്യൂൾസ് ഉണ്ടാവുക പ്യുവർ വാട്ടറിലാണ്. നമ്മൾ ആ പ്യുവർ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാട്ടർ മോളിക്യൂളിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആ സൊല്യൂട്ട് വരും. അതുകൊണ്ട് തന്നെ അവിടെ DP കുറയും, പകരം DPD കൂടും അല്ലേ? സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ DPD ആണ് കൂടുക, DP കുറയും. സോ നമുക്ക് ഒരു പ്രാവശ്യം കൂടി DPD എന്താ പറയാം? ഇറ്റ് ഈസ് ദ ഡെഫിസിറ്റ് ഇൻ DP വെൻ സൊല്യൂട്ട് ഈസ് ആഡഡ് ടു എ സോൾവെന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്യുവർ സോൾവെന്റിലേക്ക് അല്ലെങ്കിൽ പ്യുവർ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ DP കുറയും. അങ്ങനെ DP കുറയുന്ന അല്ലെങ്കിൽ ഡെഫിസിറ്റ് ഇൻ DP അതിനെയാണ് DPD എന്ന് പറയാം. ആൻഡ് എപ്പോഴാ ഡെഫിസിറ്റ് ഇൻ DP ഉണ്ടാവുക? നമ്മളൊരു പ്യുവർ സോൾവെന്റിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ്. ഓർ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DP ഓഫ് ടു ഡിഫറെന്റ് സൊല്യൂഷൻ. നമ്മൾ എപ്പോഴും DPD എക്സ്പ്ലെയിൻ ചെയ്യുക രണ്ട് സൊല്യൂഷനെ കമ്പയർ ചെയ്തിട്ടാണ്. അതായത് ഒന്ന് പ്യുവർ വാട്ടർ ആണ് എന്ന് വിചാരിക്കുക, ആൻഡ് ഒന്ന് പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്തതാണ് എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ DP കൂടുതൽ ഉണ്ടാവുക പ്യുവർ വാട്ടറിനാണ്, നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്തതിൽ DP കുറവായിരിക്കും. അപ്പം നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് എപ്പോഴും DPയും DPDയും പറയുക. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DP ഓഫ് ടു ഡിഫറെന്റ് സൊല്യൂഷൻ. അപ്പം രണ്ട് ഡിഫറെന്റ് സൊല്യൂഷന്റെ DPയിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ DPD ആയിട്ട് പറയാം. അപ്പം നമ്മൾ പ്യുവർ വാട്ടറിനായിരിക്കും DP കൂടുതൽ, സൊല്യൂട്ട് ആഡ് ചെയ്ത വാട്ടറിനായിരിക്കും DP കുറവ്. Decrease in the rate of diffusion of a liquid or any other material from cell to surrounding medium or vice versa. അല്ലെങ്കിൽ നമുക്ക് DPDനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എങ്ങനെയാന്ന് വെച്ചാൽ, decrease in the rate of diffusion of a liquid or any other material from cell to surrounding medium. അതായത് DP കൂടുമ്പോഴാണ് ഡിഫ്യൂഷൻ കൂടുക. പ്യുവർ വാട്ടർ ആയിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സൊല്യൂഷനിലേക്ക് ഡിഫ്യൂഷൻ വഴി വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. ആൻഡ് നമ്മൾ ഈ പ്യുവർ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ DP കുറയും. സോ അതിന് തൊട്ടടുത്ത മീഡിയത്തിലേക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ത് ചെയ്യും? കുറയും. അതാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഡെഫിനിഷൻ, ഡിക്രീസ് ഇൻ ദ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഓഫ് എ ലിക്വിഡ് ഓർ എനി അതർ മെറ്റീരിയൽ ഫ്രം സെൽ ടു സറൗണ്ടിങ് മീഡിയം. ആൻഡ് DPD is also called suction pressure. There is an inverse relation between DP and DPD. നമ്മൾ ഓൾറെഡി പറഞ്ഞു, DP കൂടുമ്പോൾ DPD കുറയും. അല്ലെങ്കിൽ പ്യുവർ വാട്ടറിനാണ് മാക്സിമം DP, അതിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ DP കുറയും, DPD കൂടും. സോ DP ഓഫ് പ്യുവർ വാട്ടർ ഈസ് ഹൈ, DPD ഈസ് 0. സോ പ്യുവർ വാട്ടറിന്റെ കേസിൽ DP എന്ന് പറഞ്ഞത് ഹൈ ആണ്, ആ സമയത്ത് അതിന്റെ DPD 0 ആണ്.
Similarly, dp of supersaturated solution is 0 and dpd is maximal. അപ്പോൾ നമ്മൾ പ്യുവർ വാട്ടർ ആയിരിക്കുമ്പം ഡി പി കൂടുതലും ഡി പി ഡി സീറോയുമാണെന്ന് പറഞ്ഞു. ഈ പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും അതിന്റെ ഡി പി എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. സൂപ്പർ സാച്ചുറേറ്റഡ് ആവുമ്പോഴേക്ക് അതിന്റെ ഡി പി സീറോ ആയിട്ട് മാറും. പക്ഷെ ഈ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ ഡി പി ഡി എന്ന് പറഞ്ഞത് എന്താ? മാക്സിമം ആയിരിക്കും. കാരണം എന്താ? സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും ഡി പി കുറഞ്ഞ് ഡി പി ഡി കൂടും. ഡി പി or diffusion pressure is the ability of a gas or liquid or solid diffuse from a region of higher concentration to a region of lower concentration. ഡി പി എന്ന് പറഞ്ഞത് ഹയർ കോൺസെൻട്രേഷന് ഒരു ലിക്വിഡ് മോളിക്യൂളിനോ ഒരു സോളിഡ് മോളിക്യൂളിനോ അല്ലെങ്കിൽ ഒരു ഗ്യാസ് മോളിക്യൂളിനോ അതിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞ റീജിയനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിനെയാണ് ഡി പി എന്ന് പറയാം. എന്താ പറഞ്ഞത്? ഏതൊരു മോളിക്യൂളും അതിന്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ആ എബിലിറ്റിനെയാണ് ഡിഫ്യൂഷൻ പ്രഷർ എന്ന് പറയാം. In fully charged cell, dp is maximum and dpd is minimum. അപ്പം ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള ഒരു സെല്ല് നമ്മൾ പ്ലാന്റ് സെൽ ആസ് ആൻ ഓസ്മോട്ടിക് സിസ്റ്റം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാക്സിമം വാട്ടർ എൻട്രി ചെയ്യുന്ന സമയത്താണ് ഒരു സെല്ല് എന്താവുക? ടേർജ്ഡ് ആവുക. സോ ആ സെല്ലിൽ നിന്ന് തൊട്ടടുത്ത സെല്ലിലേക്ക് വാട്ടർ മോളിക്യൂൾ ഡിഫ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏതൊരു മോളിക്യൂളിനും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി പി എന്ന് പറഞ്ഞത് മാക്സിമം ആയിരിക്കും. അതേസമയം അവിടെ ഡി പി ഡി എന്ന് പറഞ്ഞത് മിനിമം ആയിരിക്കും. സോ ഫുള്ളി ടേർജ്ഡ് സെൽസിൽ ഡി പി മാക്സിമം ഡി പി ഡി മിനിമം ആയിരിക്കും. പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടറാണ് ടോണിസിറ്റി എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ടോണിസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിലേറ്റീവ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെയാണ് ടോണിസിറ്റി എന്ന് പറയാം. ആൻഡ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടോണിസിറ്റി. ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിന്റെ ടോണിസിറ്റി കൂടുതലായിരിക്കും. അതേസമയം അതിന്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറും കൂടുതലായിരിക്കും. ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂട്ട് കൊണ്ട്, അതായത് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയാം. ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടർ ഓൾവേസ് ഒക്കർ ഫ്രം ലോവർ ടു ഹയർ ടോണിസിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഓസ്മോസിസ് വഴി വാട്ടർ മൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഓസ്മോസിസ് വഴി വാട്ടർ മൂവ് ചെയ്യുക ഹൈപ്പോടോണിക് സൊല്യൂഷന് ഹൈപ്പർടോണിക് സൊല്യൂഷനിലേക്കാണ്, അല്ലെങ്കിൽ ടോണിസിറ്റി കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ടോണിസിറ്റി കൂടിയ സ്ഥലത്തേക്കാണ്. ഹൈപ്പോടോണിക് സൊല്യൂഷനിലായിരിക്കും ടോണിസിറ്റി കുറവ്. സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കുറയുമ്പോഴാണ് ടോണിസിറ്റി കുറയാന്ന് നമ്മൾ പറയാ. ഈ ടോണിസിറ്റി കുറയാന്ന് പറഞ്ഞതാണ് എന്ത്? ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ടോണിസിറ്റി കുറവായിരിക്കും ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ. സോ എപ്പോഴും ഓസ്മോസിസ് നടക്കുക ലോ ടോണിസിറ്റി റീജിയന്ന് ഹൈ ടോണിസിറ്റി റീജിയനിലേക്കാണ്. സോയിൽ സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഹൈപ്പോടോണിക് കമ്പയർഡ് ടു റൂട്ട് സെൽ. സോ വാട്ടർ മൂവ്സ് ഫ്രം സോയിൽ ടു റൂട്ട് ഹെയർസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സോയിൽ സൊല്യൂഷനെ റൂട്ട് ഹെയർ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സോയിൽ സൊല്യൂഷൻ ഹൈപ്പോട്ടോണിക് ആയിരിക്കും. അതിന് കാരണം നമ്മൾ എന്താ പറഞ്ഞത്? റൂട്ടിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാവുന്ന പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് സെൽ കണ്ടൻസ് എന്തായിരിക്കും? ഹൈപ്പർടോണിക് ആയിരിക്കും. സോ ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടർ എപ്പോഴും നടക്കുക ഫ്രം സോയിൽ സൊല്യൂഷൻ ടു റൂട്ട് ആണ്. ദിസ് കണ്ടിന്യൂസ് ഇൻഫ്ലോ dilute the content of root hairs, making them hypotonic compared to adjacent cell. അപ്പോൾ റൂട്ട് ഹെയർ സെല്ലിലേക്ക് സോയിൽ സൊല്യൂഷന് വാട്ടർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ എൻ്റർ ചെയ്ത സെല്ലുണ്ടല്ലോ അതെന്തായി മാറും? ഹൈപ്പോട്ടോണിക് ആയിട്ട് മാറും കമ്പയർഡ് ടു അഡ്ജസൻറ്റ് സെൽ. അതിന്റെ ആ റൂട്ട് ഹെയർ സെല്ലിന്റെ തൊട്ടടുത്ത് പിന്നെ എന്താ ഉണ്ടാവുക? കോർട്ടിക്കൽ സെൽസ് അല്ലെങ്കിൽ ഹൈപ്പോഡെർമൽ സെൽസ് ആണ് ഉണ്ടാവുക. സോ ഈ ഹൈപ്പോഡെർമൽ അല്ലെങ്കിൽ കോർട്ടിക്കൽ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ വാട്ടർ എൻ്റർ ചെയ്ത റൂട്ട് ഹെയർ സെല്ലുണ്ടല്ലോ അത് ഹൈപ്പോട്ടോണിക് ആയിരിക്കും. സോ ഈ
റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് തൊട്ടടുത്ത കോർട്ടിക്കൽ സെല്ലിലേക്ക് അല്ലെങ്കിൽ ഹൈപ്പോഡെർമൽ സെല്ലിലേക്ക് വാട്ടർ മൂവ് ചെയ്യും. As a result, absorbed water passes from root hairs to neighboring hypertonic cell. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓസ്മോട്ടിക് ഫ്ലോ നടക്കുക സോയിൽ സൊല്യൂഷന് റൂട്ട് ഹെയറിലേക്കാണ്. അങ്ങനെ ഓസ്മോട്ടിക് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ റൂട്ട് ഹെയർ സെല്ല് ഹൈപ്പോട്ടോണിക് ആയിട്ട് മാറും. കാരണം ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടർ നടക്കുമ്പം ഒരുപാട് വാട്ടർ ടേർജിഡ് ആ സെല്ല് ടേർജിഡ് ആവുന്നത് വരെ എൻ്റർ ചെയ്തിട്ട് റൂട്ട് ഹെയർ സെല്ല് ഹൈപ്പോട്ടോണിക് ആയിട്ട് മാറും. സോ ഈ ഹൈപ്പോട്ടോണിക് ആയിട്ടുള്ള റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് വാട്ടർ ഓസ്മോസിസ് വഴി തൊട്ടടുത്തുള്ള ഹൈപ്പോഡെർമൽ സെല്ലിലേക്കോ അല്ലെങ്കിൽ കോർട്ടിക്കൽ സെല്ലിലേക്കോ മൂവ് ചെയ്യും. In this manner, water moves from one cell to another within the plant body. അപ്പോൾ ഇങ്ങനെയാണ് ഓസ്മോസിസ് വഴി പ്ലാന്റ് സെല്ല് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നത്. ഫസ്റ്റ് സോയിൽ സൊല്യൂഷന് റൂട്ട് ഹെയറിലേക്ക്, ദെൻ റൂട്ട് ഹെയറിന് ഹൈപ്പോഡെർമിസിലേക്ക്, ഹൈപ്പോഡെർമിസിൽ നിന്ന് കോർട്ടിക്കൽ സെല്ലിലേക്ക്, ദെൻ എൻഡോഡെർമിസിലേക്ക്, പെരിസൈക്കിളിലേക്ക്, ദെൻ സൈലത്തിലേക്ക്. ദെൻ വൺ സൈലത്തിൽ എത്തിക്കഴിഞ്ഞാൽ റൂട്ടിന്റെ സൈലത്തിൽ നിന്ന് അത് പാസ് ചെയ്ത് സ്റ്റെം സൈലത്തിലെത്തും, ദെൻ ലീഫ് സൈലത്തിലെത്തും. അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഒരു ഫ്ലോ, ഓസ്മോട്ടിക് ഫ്ലോ ഓഫ് വാട്ടർ പ്ലാന്റ്സിൽ നടക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ, പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ. പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഫാക്ടറാണ് വാട്ടർ പൊട്ടൻഷ്യൽ. നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാത്തതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യൽ ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ. അപ്പോൾ പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ദ ഫ്രീ എനർജി സ്റ്റാറ്റസ് ഓഫ് വാട്ടർ അറ്റ് പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും വാട്ടറിന്റെ ഫ്രീ എനർജി സ്റ്റാറ്റസിനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ടർ എന്ന് പറയാം. It represents as a difference between free energy level between pure water and water in an ecosystem. ഇതും നമ്മൾ രണ്ട് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഒരു പ്യുവർ വാട്ടറിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ട് ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ, അങ്ങനെയാണ് നമ്മൾ ഇതിനെ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുക. കമ്പയർ ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. പ്യുവർ വാട്ടറിൻ്റെതും അതുപോലെ തന്നെ വാട്ടർ ഇൻ ആൻ അക്വസിസ്റ്റം. വാട്ടർ ഇൻ ആൻ അക്വസിസ്റ്റം എന്ന് പറയുമ്പം ഒരു സൊല്യൂഷന്റെ. അപ്പം പ്യുവർ വാട്ടറിനെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സ്ലേറ്റിയർ ആൻഡ് ടൈലർ ഇൻ 1960. സോ വാട്ടർ പൊട്ടൻഷ്യലിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പലാണിത്. സൈ എന്നാണ് പറയുക. ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. അതിനെ പ്രൊനൗൺസ് ചെയ്യുക സൈ എന്നാണ്. ആൻഡ് സൈ ഈസ് ഈക്വൽ ടു പി മൈനസ് പൈ. P is the hydrostatic pressure and pi is the osmotic potential. And this water potential is measured in terms of pressure, and the unit of water potential is megapascal or bars. ഈ മെഗാപാസ്കൽ ആൻഡ് ബാർ എന്നൊക്കെ പറയുന്നത് നമ്മൾ പ്രഷറിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിനെ പ്രഷറിന്റെ ടേംസിൽ മെഷർ ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് മെഗാപാസ്കൽ അല്ലെങ്കിൽ ബാർസ് എന്ന് പറയുന്നത്. 1 bar is equal to 1 atmospheric pressure and 1 megapascal is equal to 10 bars. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്, വാട്ടർ പൊട്ടൻഷ്യലിനെ പ്രഷറിന്റെ ടേമിലാണ് മെഷർ ചെയ്യുന്നത്. അതിന്റെ യൂണിറ്റ് മെഗാപാസ്കൽ അല്ലെങ്കിൽ ബാർ ആണ്. 1 bar is equal to 1 atmospheric pressure ആണ്. അതുപോലെ തന്നെ 1 megapascal is equal to 10 bars ആണ്. 10 bars കൂടിയതാണ് 1 megapascal എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ എപ്പോഴും വാട്ടർ പൊട്ടൻഷ്യലിനെ മെഷർ ചെയ്യുക രണ്ട് സിസ്റ്റത്തിനെ കമ്പയർ ചെയ്തിട്ടാണ് എന്ന്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് പ്യുവർ വാട്ടർ ആയിരിക്കും. അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്യും. എന്നിട്ടാണ് ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. സോ പ്യുവർ വാട്ടർ ഹാസ് ഹയസ്റ്റ് ഫ്രീ എനർജി. സോ ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് എ സൊല്യൂഷൻ. അപ്പോൾ പ്യുവർ വാട്ടറിനെ എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കും എന്ന് പറഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് ആയിട്ട് വെക്കുന്ന പ്യുവർ വാട്ടറിനാണ് മാക്സിമം ഫ്രീ എനർജി ഉള്ളത്. സോ മാക്സിമം ഫ്രീ എനർജി അല്ലെങ്കിൽ ഹയസ്റ്റ് ഫ്രീ എനർജി പ്യുവർ വാട്ടറിനാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യലും പ്യുവർ വാട്ടറിനായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക. സോ
പ്യുവർ വാട്ടറിനാണ് മാക്സിമം ഫ്രീ എനർജി ഉള്ളത്, അതുപോലെ തന്നെ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. ആൻഡ് നമ്മൾ ഈ പ്യുവർ വാട്ടറിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യും തോറും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. ഏതുപോലെ? ഡി പി പോലെ അല്ലെ? ഡി പിന്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? മാക്സിമം ഡി പി പ്യുവർ വാട്ടറിനാണ് ഉണ്ടാവുക, വാട്ടർ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ, H2O എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുമ്പോൾ. ദെൻ നമ്മൾ ഈ പ്യുവർ വാട്ടറിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡി പി എന്ത് ചെയ്യും? കുറയും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക പ്യുവർ വാട്ടറിനാണ്. അതിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അവിടെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടും അല്ലെ? സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ടോണിസിറ്റി കൂടും, അതിന്റെ ഫലമായിട്ട് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടും, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടും. So psi W or water potential of pure water is 0 and that of a solution is less than 0. അപ്പോൾ പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യലിനെ നമ്മൾ 0 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്യുവർ വാട്ടറിനാണ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ളത്. ആ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യലിനെ 0 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ കുറച്ച് സൊല്യൂട്ട് നമ്മൾ പ്യുവർ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുമല്ലോ. അപ്പൊ നമ്മൾ പ്യുവർ വാട്ടറിന്റെ തന്നെ 0 ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായതുകൊണ്ട് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറയാന്ന് പറഞ്ഞാല് 0ന്ന് പിന്നെ കുറയാ എങ്ങോട്ടാ? നെഗറ്റീവിലേക്കാ. 0ക്ക് താഴെ നെഗറ്റീവ് ആണ്, 0ക്ക് മുകളിലാണ് പോസിറ്റീവ് വാല്യൂ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യലിനെ 0 ആയിട്ട് ഫിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എക്സാമിന് 1 മോളാർ സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എത്രയാണ് എന്ന്. ഓപ്ഷൻസ് ഉണ്ടായിരിക്കുക 0, ലെസ് ദാൻ 0, ഗ്രേറ്റർ ദാൻ 0 അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു സൊല്യൂഷന്റെ വാട്ടർ പൊട്ടൻഷ്യൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ദാൻ 0 ആയിരിക്കും. അതിന് കാരണം പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് 0 ആയിട്ടാണ്. Water potential serve as the driving force for the movement of water by diffusion or osmosis. It determines the direction of movement of water. എന്താ പറഞ്ഞത്? ഓസ്മോസിസ് അതുപോലെ തന്നെ ഡിഫ്യൂഷൻ, പാസീവ് വാട്ടർ അബ്സോർപ്ഷന്റെ മെക്കാനിസം ആയിട്ടുള്ള ഡിഫ്യൂഷനും ഓസ്മോസിസും ഇതിന്റെയൊക്കെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വാട്ടർ പൊട്ടൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് വാട്ടർ പൊട്ടൻഷ്യലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്കാണ് ഡിഫ്യൂഷനും ഓസ്മോസിസും ഒക്കെ നടക്കുക. വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടോണിക് ആയിരിക്കും ആ സൊല്യൂഷൻ, കമ്പയർഡ് ടു വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞത് ഹൈപ്പർട്ടോണിക് ആയിരിക്കും. സോ എപ്പോഴും വാട്ടർ മൂവ് ചെയ്യുക ഹൈപ്പോട്ടോണിക് ടു ഹൈപ്പർട്ടോണിക് ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും. അതാണ് പറഞ്ഞത് വാട്ടർ പൊട്ടൻഷ്യൽ ആണ് ഓസ്മോസിസിന്റെയും ഡിഫ്യൂഷന്റെയും ഡയറക്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന്. ഇൻ പ്ലാന്റ് സെൽ water potential has an inverse relation with rate of absorption of water. So lower the water potential, greater would be its ability to absorb water. Plant cellനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനും ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. ഏതിനൊക്കെ? വാട്ടർ പൊട്ടൻഷ്യലിനും അതുപോലെ തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനും, അല്ലെങ്കിൽ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനും ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണുള്ളത്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോവർ ദ വാട്ടർ പൊട്ടൻഷ്യൽ, ഗ്രേറ്റർ വുഡ് ബി ഇറ്റ്സ് എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ. ഒന്നും കൂടെ പറയാം, ലോവർ ദ വാട്ടർ പൊട്ടൻഷ്യൽ, ഗ്രേറ്റർ വുഡ് ബി ഇറ്റ്സ് എബിലിറ്റി ടു അബ്സോർബ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഹെയർ സെല്ലില് വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ അബ്സോർപ്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. എവിടുന്ന്? സോയിൽ സൊല്യൂഷന്. അതായത് സോയിൽ സൊല്യൂഷനിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലും
റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ ഡിഫ്യൂഷനും ഓസ്മോസിസ് ഒക്കെ വഴി മാക്സിമം വാട്ടറിനെ റൂട്ട് ഹെയർ സെല്ല് അബ്സോർബ് ചെയ്യും. അപ്പം റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടണമെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ ഓഫ് ദ റൂട്ട് ഹെയർ സെൽ എന്ത് ചെയ്യണം? കുറയണം. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടറും വാട്ടർ പൊട്ടൻഷ്യലും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ കൂടണമെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയണം. And also, higher the water potential, greater would be its ability to donate water to more desiccated cell. ഇതേ സമയം നമ്മൾ ഒരു കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയണം, റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ കൂടണമെങ്കിൽ നമ്മൾ പറഞ്ഞു. ആൻഡ് ഇങ്ങനെ വൺസ് ഓസ്മോസിസ് വഴി റൂട്ട് ഹെയർ സെല്ല് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും അല്ലേ? സോ ഇങ്ങനെ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിക്കഴിഞ്ഞാൽ അത് തൊട്ടടുത്ത കോർട്ടിക്കൽ സെല്ലിലേക്ക് എന്ത് ചെയ്യും? വാട്ടർ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഹയർ ദ വാട്ടർ പൊട്ടൻഷ്യൽ greater would be its ability to donate water to more desiccated cell. റൂട്ട് ഹെയർ സെല്ലിനേക്കാളും വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക് റൂട്ട് ഹെയർ സെൽ എന്ത് ചെയ്യും? വാട്ടറിനെ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അപ്പോൾ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ സോയിലിൽ നിന്ന് പെട്ടെന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. സോ അത് തൊട്ടടുത്ത കോർട്ടിക്കൽ സെല്ലിലേക്ക് വാട്ടറിനെ ഡൊണേറ്റ് ചെയ്യും. ദെൻ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ട് ഹെയർ സെല്ലിൽ വീണ്ടും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. സോ സോയിൽ സൊല്യൂഷന് വീണ്ടും ഇത് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഇതേ സമയം കോർട്ടിക്കൽ സെല്ല് തൊട്ടപ്പുറത്തെ സെല്ലിലേക്ക് വാട്ടർ ഡൊണേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് വാട്ടർ പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസിനനുസരിച്ച് കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങനെ വാട്ടറിനെ ഡൊണേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് പാസീവായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. ക്ലിയർ ആണോ? ഒരു പ്രാവശ്യം കൂടി പറയാം. റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ സോയിൽ സൊല്യൂഷനിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യും? റൂട്ട് ഹെയർ സെല്ലിലേക്ക് മൂവ് ചെയ്യും. അങ്ങനെ റൂട്ട് ഹെയർ സെല്ലിൽ വാട്ടർ എത്തിക്കഴിഞ്ഞാൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും. സോ അത് തൊട്ടടുത്ത കോർട്ടിക്കൽ സെല്ലിലേക്ക് വാട്ടർ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ കോർട്ടിക്കൽ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടും, റൂട്ട് ഹെയർ സെല്ലിൽ കുറയും. സോ ഈ റൂട്ട് ഹെയർ സെല്ല് വീണ്ടും സോയിലിൽ നിന്ന് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. ഇതേ സമയം ഈ കോർട്ടിക്കൽ സെല്ല് ഇപ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കൂടി നിൽക്കുകയാണല്ലോ. സോ അത് തൊട്ടടുത്ത എൻഡോഡെർമൽ സെല്ലിലേക്ക് വാട്ടറിനെ ഡൊണേറ്റ് ചെയ്യും. സോ ഈ കോർട്ടിക്കൽ സെല്ലിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. സോ ആ കുറഞ്ഞ സ്ഥലത്തേക്ക് റൂട്ട് ഹെയർ സെല്ലിൽ നിന്ന് വീണ്ടും വാട്ടർ മൂവ് ചെയ്യും. ദെൻ അപ്പോൾ ഈ എൻഡോഡെർമൽ സെല്ലിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? പെരിസൈക്കിളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. ദെൻ അത് സൈലത്തിലേക്ക്, ദെൻ റൂട്ട് സൈലത്തിൽ നിന്ന് സ്റ്റെം സൈലം വഴി ലീഫ് സൈലത്തിലേക്ക് വാട്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഇങ്ങനെയാണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ വഴി വാട്ടറിന്റെ മൂവ്മെന്റ് നടക്കുന്നത്. വാട്ടർ മൂവ്മെന്റ് കണ്ടിന്യൂസ് till an equilibrium is established. ഇങ്ങനെ ഒരു പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടക്കും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വരെ. പക്ഷേ പ്ലാന്റ് സെല്ലിൽ ഒരിക്കലും ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. കാരണം ട്രാൻസ്പിരേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി അബ്സോർബ് ചെയ്ത വാട്ടറിന്റെ 99% എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. ബാക്കി 1% മാത്രമേ പ്ലാന്റ് അതിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. സോ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ വഴി റൂട്ടിലൂടെ, സ്റ്റെമ്മിലൂടെ ലീഫിൽ എത്തിക്കഴിഞ്ഞാൽ ലീഫിൽ നിന്ന് ട്രാൻസ്പിരേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി വാട്ടർ മോളിക്യൂൾ എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യൂല? ഒരു ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ എന്നുള്ള ഒരു പ്രോസസ്സ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, കമ്പണൻസ് ഓഫ് വാട്ടർ പൊട്ടൻഷ്യൽ. വാട്ടർ പൊട്ടൻഷ്യലിൽ മെയിൻ ആയിട്ടും 4 കമ്പണൻസ് ആണുള്ളത്. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഓർ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, psi s ഓർ psi o എന്ന് പറയും. സെക്കൻഡ് വൺ പ്രഷർ പൊട്ടൻഷ്യൽ, അതായത് psi p. തേർഡ് ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ psi g. ഫോർത്ത് മാട്രിക് പൊട്ടൻഷ്യൽ psi m. സോ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ പ്ലസ് പ്രഷർ പൊട്ടൻഷ്യൽ പ്ലസ് ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ പ്ലസ് മെട്രിക് പൊട്ടൻഷ്യൽ. ഈ 4ഉം കൂടിയതാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കമ്പണന്റ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ, psi s ഓർ psi o.
സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇൻ എ സൊല്യൂഷൻ ആണ്. ഒരു പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്യുവർ വാട്ടറിനാണ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞിരുന്നു. സോ അതിലേക്ക് കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. പക്ഷെ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടും. സോ സൊല്യൂട്ട് പൊട്ടൻഷ്യലും വാട്ടർ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് റിലേഷനാണ്. വാട്ടർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കുറയും, അല്ലെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. അത് ഇത്ര ആലോചിച്ചാൽ മതി. പ്യുവർ വാട്ടറിനാണ് മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ. അതിലേക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടും, പക്ഷെ വാട്ടർ പൊട്ടൻഷ്യൽ കുറയും. ഇൻക്രീസ് ഇൻ psi s causes corresponding decrease in psi w. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുന്തോറും വാട്ടർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻവേഴ്സ് റിലേഷൻ ആണ്. The term solute potential and osmotic potential are often used interchangeable and they replace the old term osmotic pressure. ചുരുക്കി പറഞ്ഞാൽ ഓസ്മോട്ടിക് പ്രഷറും ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും സൊല്യൂട്ട് പൊട്ടൻഷ്യലും ഒക്കെ ഒന്ന് തന്നെയാണ്, സിനോണിംസ് ആണ്. നമ്മൾ മൂന്നിനും ഒരേ മീനിങ് ആണുള്ളത്. സോ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുക. അത്ര ഓർത്ത് വെക്കുക. സെക്കൻഡ് കമ്പണന്റ് ആണ് പ്രഷർ പൊട്ടൻഷ്യൽ ഓർ psi p എന്ന് പറഞ്ഞത്. ഇറ്റ് ഈസ് ദ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓഫ് വാട്ടർ ഓർ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെയോ അല്ലെങ്കിൽ പ്യുവർ വാട്ടറിന്റെയോ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറിനെയാണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ആൻഡ് ഇതിന് വാട്ടർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിലേഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പ്രഷർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യലും കൂടും. If it has a positive value, there will be rise in psi w. പ്രഷർ പൊട്ടൻഷ്യലിന് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ psi w കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. പ്രഷർ പൊട്ടൻഷ്യലിന് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ psi w അല്ലെങ്കിൽ വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ പഠിച്ചിട്ടുണ്ട്. അതായത് ഓസ്മോട്ടിക് എൻട്രി ഓഫ് വാട്ടർ കൂടി ഒരു സെല്ല് ഫുള്ളി ടേർജ്ഡ് ആവുന്ന സമയത്ത് സെല്ലിൽ ഫോം ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഉണ്ട് ടുവേർഡ്സ് ദി സെൽ വാൾ, അല്ലേ? നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് എൻഡോസ്മോസിന്റെ ഫലമായിട്ട് ഒരു സെല്ല് ഫുള്ളി ടേർജ്ഡ് ആവുന്ന സമയത്ത് ആ സെല്ല് അതിന്റെ വാളിലേക്ക്, സെൽ വാളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷർ ഉണ്ട്. അതിനെയാണ് ടർഗർ പ്രഷർ എന്ന് പറയാം. ടർഗർ പ്രഷർ എന്ന് പറഞ്ഞത് ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് എൻഡോസ്മോസിസ് വഴി മാക്സിമം വാട്ടർ എൻറ്റർ ചെയ്തതിന്റെ ഫലമായിട്ട് സെല്ലിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സേർട്ടഡ് ടുവേർഡ്സ് ദി സെൽ വാൾ. മാക്സിമം വാട്ടർ ഒരു സെല്ലിന്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോഴാണ് ടർഗർ പ്രഷർ കൂടുക. സോ അതൊരു പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. ആൻഡ് അതുപോലെ തന്നെ ഒരു സെല്ല് ഫുള്ളി ടേർജ്ഡ് ആയിരിക്കുന്ന സമയത്താണ് അതിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ സ്റ്റേറ്റിൽ ഉണ്ടാവുക കമ്പയർഡ് ടു ഫ്ലാസിഡ് സെൽ. സോ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉള്ള സമയത്ത് ആ സെല്ല് അതിന്റെ വാളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറാണ്. സോ പ്രഷർ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ആ ഒരു ടർഗർ പ്രഷർ മാത്രം ഓർത്താൽ മതി. ടർഗർ പ്രഷർ ഉണ്ടാവുക ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള സെല്ലിലാണ്. ഫുള്ളി ടേർജ്ഡ് ആയിട്ടുള്ള സെല്ല് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ ഒരു പോസിറ്റീവ് പ്രഷറാണ്. ആ സമയത്താണ് സെല്ലിൽ മാക്സിമം വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. ദെൻ മൂന്നാമത്തെ കമ്പണന്റ് ആണ് ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ. ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഓൺ വാട്ടർ പൊട്ടൻഷ്യൽ ആൻഡ് it depends on height, density and acceleration due to gravity. ഗ്രാവിറ്റി പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഹൈറ്റ്, രണ്ടാമത്തത് ഡെൻസിറ്റി, മൂന്ന് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പക്ഷേ നമ്മൾ ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലാന്റ് സെൽസിൽ psi g അല്ലെങ്കിൽ ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ്, അല്ലേ? കാരണം ഗ്രാവിറ്റിക്ക് അനുസരിച്ചാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ടാണ്. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി ആവുമ്പോൾ താഴെ നിന്ന് മുകളിലേക്കാണ്.
സോ വാട്ടർ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴും സോയിലിൽ നിന്ന് പ്ലാന്റിന്റെ ടോപ്പിലേക്കാണ്. സോ it is against gravity, so it is insignificant in plant cells. The last component ആണ് metric potential. Metric potential എന്താന്ന് നമ്മൾ imbibition explain ചെയ്തിരുന്നു. It is also called imbibition pressure. It is the inward pressure created on a surface when an imbibant is immersed in water. ഒരു imbibantനെ വാട്ടറിൽ സോക്ക് ചെയ്യുന്ന സമയത്ത് ആ ഇംബൈബൻറ്റിൽ ഫോം ചെയ്യുന്ന ഒരു ഇൻവേർഡ് പ്രഷർ ഉണ്ട്. അതിനെയാണ് ഇംബൈബിഷൻ പ്രഷർ അല്ലെങ്കിൽ മെട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഒരു ഉണങ്ങിയ വുഡ് പീസ് അല്ലെങ്കിൽ ഉണങ്ങിയ ചെറുപയർ, കടല ഇതിനെയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇംബൈബിഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കും. സോ ഇംബൈബിഷൻ നടക്കുന്ന സമയത്ത് ഇംബൈബൻറ്റിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽസിൽ ഉണ്ടാവുന്ന ഇൻവേർഡ് പ്രഷറിനെയാണ് മെട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയാം. എക്സാമ്പിൾ സ്വെല്ലിംഗ് ഓഫ് ഡ്രൈ സീഡ്സ്, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഓഫ് സെല്ലുലോസ് ആൻഡ് ജെലാറ്റിൻ ഇൻ വാട്ടർ. ഇതൊക്കെ നടക്കുന്നത് മെട്രിക് പൊട്ടൻഷ്യൽ കൊണ്ടാണ്. മെട്രിക് പൊട്ടൻഷ്യൽ വിൽ ബി മാക്സിമം ഇൻ ഡ്രൈ മെറ്റീരിയൽസ്. നമ്മൾ വെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഡ്രൈ ആവാത്ത മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മെട്രിക് പൊട്ടൻഷ്യൽ കൂടുതൽ ഉണ്ടായിരിക്കുക ഡ്രൈ മെറ്റീരിയൽസിലാണ്. സോ വാട്ടർ പൊട്ടൻഷ്യലിൻ്റെ 4 കമ്പണൻസ് ആണ്. ഏതൊക്കെ? സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, പ്രഷർ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ ആൻഡ് മെട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പാസീവ് വാട്ടർ അബ്സോർപ്ഷൻ ആണ്. മെയിനായിട്ടും 3 ഫാക്ടേഴ്സ് ആണ് പാസീവ് വാട്ടർ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്നത്. 1 DPD, 2 ടോണിസിറ്റി, 3 വാട്ടർ പൊട്ടൻഷ്യൽ.